ഇന്നർവെയർ ബിസിനസ്സിൽ ചിലർ കുതിക്കുമ്പോൾ മറ്റു ചിലർ കിതയ്ക്കുന്നത് എന്തുകൊണ്ടാണ്? ലേഡീസ് ഫാഷൻ ലോകത്ത് സമാനതകളില്ലാത്ത ട്രെൻഡുകളുമായി ഔട്ട്ഫിറ്റുകളെ പോലും വെല്ലുന്ന വളർച്ചയാണ് ഇന്നർവെയർ മേഖല കഴിഞ്ഞ കുറച്ചു നാളുകളായി കൈവരിച്ചിരിക്കുന്നത്. വസ്ത്രനിർമ്മാണ മേഖലയിൽ മറ്റൊരു സെഗ്മെന്റിലും ഇല്ലാത്ത തരത്തിൽ ഇന്നർവെയർ സെഗ്മെന്റിൽ പാൻ ഇന്ത്യൻ ബ്രാൻഡുകളും റീജിയണൽ ബ്രാൻഡുകളും കേരളത്തിലെന്നല്ല സൗത്ത് ഇന്ത്യയിൽ തന്നെ ശക്തമായ സാന്നിധ്യം അറിയിച്ചു കഴിഞ്ഞു. വളരെയധികം വിപണി സാധ്യതകളുള്ള ഈ മേഖലയിൽ നല്ല പ്രൊഡക്റ്റ് റേഞ്ചുമായി വന്ന പുതുതലമുറയിൽപ്പെട്ട ചില ബ്രാൻഡുകളും അവർ ഒഴിവാക്കേണ്ടിയിരുന്ന ചില കാരണങ്ങളാൽ വളരെയധികം സ്ട്രഗിൾ ചെയ്യുകയും പിന്നീട് ഫീൽഡ് ഔട്ടായി പോവുകയും ചെയ്ത സംഭവങ്ങൾ എനിക്കറിയാം. ലേഡീസ് ഇന്നർവെയർ സെഗ്മെന്റ് എന്നത് കേവലം അണ്ടർ ഗാർമെന്റ്സ് എന്ന കോൺസെപ്റ്റ് ശരിയല്ല. ഏതൊരു സ്ത്രീക്കും ആത്മവിശ്വാസത്തോടെയും അഭിമാനത്തോടെയും സുരക്ഷിതത്വത്തോടെയും സമൂഹത്തെ അഭിമുഖീകരിക്കുവാനുള്ള ഒരു പ്രധാന ഘടകമാണ്. ഇക്കാര്യം വിസ്മരിച്ചതാണ് ചില ബ്രാൻഡുകളുടെ എല്ലാം പരാജയത്തിന്റെ പ്രധാന കാരണം. പാറ്റേണുകളുടെ ആകർഷണീയത, പാക്കേജിങ്ങിന്റെ മികവ്, പ്രൈസ് റേഞ്ചിലെ ആകർഷണീയത ഒന്നുമല്ല സ്ത്രീകൾ പ്രധാനമായും പരിഗണിക്കുന്നത്. മറിച്ച് ഓരോ പാറ്റേണും നൽകുന്ന ഫിറ്റിംഗ്, കംഫർട്ട്, അതിനെല്ലാം ഉപരി ലഭിക്കുന്ന ആത്മവിശ്വാസം, ഇവയാണ് സ്ത്രീകൾ ഇന്നർവെയർ തിരഞ്ഞെടുക്കുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കുന്നത്. ഇക്കാര്യങ്ങളെല്ലാം ഏറ്റവും ഫലപ്രദമായി സ്ത്രീകളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാൻ ആർക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ടോ ആ ബ്രാൻഡുകളെല്ലാം സ്ത്രീ സമൂഹത്തിന്റെ മനസ്സിൽ ഇടം പിടിച്ചിട്ടുണ്ട്. നിങ്ങളൊരു ഇന്നർവെയർ ബ്രാൻഡ് ഓണർ ആണെങ്കിൽ കഴിഞ്ഞ 30 വർഷമായി ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന എനിക്ക് നിങ്ങളെ ഉറപ്പായും സഹായിക്കാൻ കഴിയും.